എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാൽ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നവ്യ നല്ല 8ന്റെ പണി തന്നെ ജലജയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ജലജ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനൊരു പണി കിട്ടുമെന്ന്. നവ്യെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവര് നല്ല ഫുഡും കഴിച്ച് വീട്ടിൽ ഏഷണി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലോ. അവരുടെ മകന്റെ കുഞ്ഞല്ലേ തന്റെ വയറ്റിലുള്ളേ. അപ്പൊ അതിനെ വന്ന് ഇടയ്ക്കൊന്ന് കാണണ്ട, അല്ലെങ്കിൽ തന്നെ വന്ന് ശുശ്രൂഷിക്കേണ്ട കടമയൊക്കെ അവർക്കുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ നല്ല പണി കൊടുക്കുന്നേ. അങ്ങനെ വന്നിട്ട് കനകയുടെ അടുത്ത് വന്നിട്ട് അവിടെ വന്ന് നവ്യക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നവ്യ കുളിയെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. പിന്നീട് ആഹാ ഇതാര്, എന്റെ അമ്മായിമ്മ ഇത് എപ്പോ വന്നെന്നൊക്കെ ചോദിക്കുക. അല്ല നീയല്ലേ പറഞ്ഞ നിനക്ക് പലഹാരം ഉണ്ടാക്കി വേണമെന്ന്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാൻ വന്നാന്ന് പറയാം. എന്നാലും എന്റെ അമ്മായിമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന പലഹാരത്തിന്റെ രുചിയെ, അതിന് ഞാൻ നിനക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലോടി, പിന്നെ എപ്പോഴാന്നൊക്കെ ചോദിക്കണം. അതെ ഉണ്ടാക്കി തന്നിട്ടില്ല, പക്ഷെ ഇനി ഉണ്ടാക്കി തരണം. ഇതെന്നല്ല, ഇനി ഞാൻ ഓരോന്നോരോന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, അതെല്ലാം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അതിന് നിന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്റെ ആവശ്യം എന്താന്ന് ചോദിക്കാം. അമ്മ ഇവിടെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കുഞ്ഞിന്റെ വല്യമ്മ നിങ്ങളല്ലേ, അപ്പൊ നിങ്ങൾ വേണ്ട എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അല്ലെങ്കിലോ ഇത്ര ദിവസമായി ഡെലിവറിക്ക് വേണ്ടി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും എന്റെ അടുത്തൊന്ന് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു നേരം ഒന്ന് ഫോൺ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എങ്ങനെയുണ്ട് മോളേന്ന്? നിനക്ക് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? വയറ്റി വളരുന്ന ആ കുഞ്ഞിനോടെങ്കിലും സ്നേഹമുണ്ടോ? നിങ്ങളുടെ മകന്റെ കുഞ്ഞാന്നുള്ള പരിഗണനെങ്കിലും തരണമായിരുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, പിന്നെ പരിഗണന അതൊക്കെ ആവശ്യത്തിനൊക്കെ തരുന്നുണ്ടെന്ന് പറയാം. ഞാൻ വന്നില്ലേലും എന്റെ മകൻ ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കണം. മകൻ വരുന്നുണ്ട്, എന്താന്ന് അറിയത്തില്ല. ഇപ്പൊ അവൻ എന്നോട് ഇത്ര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ നിങ്ങള് അവൻ എന്നെ തെറ്റിപ്പിരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാമല്ലോ നിങ്ങളുടെ സ്വഭാവം, ഞാൻ നന്നായിട്ട് അറിഞ്ഞല്ലേ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, അത് ശരിയാ മോളെ. ജലജെ നിന്റെ ആ പഴയ ആ കുഞ്ഞായ്മത്തിലെ ഏഷണത്തിലും ഒക്കെ മാറ്റി വെക്കും. ഒന്നുമില്ലെങ്കിൽ നീ ഇനിയിപ്പോ ഒരു അമ്മൂമ്മയാൻ പോവല്ലേ, അതിന്റെ പ്രായവും പക്വതയോ കാണിക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, എന്റെ സ്വഭാവത്തിനൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നോക്കിയാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് നവി ഒരു ഉണ്ണിയപ്പെടുത്ത് കഴിച്ചു നോക്കാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ലോ അല്ലേന്ന് ചോദിക്കണം. അതെ നിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ചോദിച്ചു നോക്കെ ഞാനൊന്ന് വേറെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോന്ന്. പറയാൻ പറ്റില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആദ്യം ഒരെണ്ണം കഴിക്കുക, എന്നിട്ട് മതി എനിക്കെന്ന് പറയണം. അത് കേട്ടപ്പോ നവ്യോട് ജലജ പറഞ്ഞു, ഓ അപ്പം നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലല്ലേന്ന് ചോദിക്കുക. എങ്ങനെ വിശ്വസിക്കും, നിങ്ങൾ അമ്മാതിരി പരിപാടികളൊക്കെ കാണിച്ചു വെച്ചിട്ടല്ലേ മുമ്പ്. അതെ ഞാൻ കൂടുതൽ വിവരിക്കണോന്ന് ചോദിക്കണം. കാരണം പായസത്തിനകത്ത് വിഷം കലർത്തിയത് അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും പറയാതിരുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, എന്താണെങ്കിലും നീ അത്ര പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ കഴിച്ചു നോക്കിക്കോളാം. ഇനിയിപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നിന്നെ എന്തായാലും അപായപ്പെടുത്താൻ ശ്രമിക്കില്ല. അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനന്തപുരിയിലേക്ക് തിരികെ ചെല്ലാൻ പറ്റില്ലല്ലോ. അത്ര വലിയ വിഡ്ഢിത്തരമൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറയണം. നവ്യ പറഞ്ഞ ആ ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവം ആയതുകൊണ്ട്. നിങ്ങളും നിങ്ങളുടെ മകനുമാണ് ആ അനന്തപുരിയിലെ ഏറ്റവും വലിയ ഇത്. പക്ഷെ ഇപ്പോഴെന്താണോ അവന് കുറച്ച് സ്നേഹമൊക്കെ എന്നോട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഈ സമയം അഭി ആരും പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയൊരു ക്രൂരത ചെയ്തു വെക്കുവാണ്. കാരണം ആദർശിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് അവൻ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ പറ്റിയ സമയം തന്നെ അവന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ അത് അങ്ങനെ എടുത്ത് പ്രയോഗിക്കുവാണ്. കാരണം ആദർശിന് ഒരു കാരണവശാലും വളരാൻ പാടില്ല. ഇത്രയും കാലം കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ആ യശസ്സോ അന്തസ്സോ അഭിമാനവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അഭി ആ കൊടും ക്രൂരത ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആദർശ നയന വേറെ ആരുമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അനഘയ്ക്കിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം അഭിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവൾ ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. പിന്നീട് അഭി എന്ത് ചെയ്യുവാണ്, അഭി ആദർശിന്റെ ഫോട്ടോയും അനഘയുടെ ഫോട്ടോയും വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കി. അങ്ങനെ ഒരു കാരണവശാലും തന്റെ പേര് അവരുടെ അടുത്തും വരാൻ പാടില്ല. ഇനി അവള് മരിച്ചു പോയാലും കുഞ്ഞിന്റെ അച്ഛൻ ആദർശാന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു അവൻ മെനഞ്ഞിരുന്നേ. പക്ഷെ ഇതൊന്നും ആദർശിനെ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്കൊന്നും ഒരു തവണ പോലും അഭി അങ്ങോട്ടേക്ക് പോകുവോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണുമോ കുഞ്ഞിന്റെ അച്ഛനാന്ന് പറയുമോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവനറിയാം അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട വരുമെന്നുള്ള കാര്യം. അവന്റെ കുഞ്ഞാന്ന് അവന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് താനും. പക്ഷെ ഒരിക്കലും താന് പിടിക്കപ്പെടല്ല. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്ത പരിപാടിയായിരുന്നത്. ഇതെല്ലാം ആദർശന്റെ തലയിലേക്ക് കെട്ടിവെക്കണം, അവള് മരിച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അവനെ ആ കൊടും ക്രൂരതയൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനഘ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും വളരെ തന്ത്രപരമായിട്ട് അഭി ആദർശനെ മൂർത്തിമുത്തശ്ശനെയൊക്കെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് എന്ത് തന്ത്രം പറഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല. കാരണം അഭിയുടെ ഉള്ളിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദർശന്റെ തലയിൽ തന്റെ മോളെ കെട്ടിവെക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ നോക്കിക്കോളും, തനിക്ക് കൈ ഒഴിയുകയും ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ നേരത്തെ ഗുണ്ടകളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനഘയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് അവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. അവര് വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യണം, ആ മുറിക്കകത്ത് കൊണ്ടേ വെക്കുവാണ്, ഗുണ്ടകൾ തന്നെ കൊണ്ടേ വെക്കുക. അങ്ങനെ ആദർശവും അബിയും മൂർത്തിമുത്തശ്ശനും ചെന്ന് കഴിയുമ്പോഴത്തേനും അബിയുടെ കുഞ്ഞകത്തുനിന്ന് ഓടി ഇറങ്ങി വരുവാണ്. ആദർശനെ കണ്ടതും അച്ഛാന്ന് പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് ഒന്ന് പിടിക്കുകയാണ്. കുഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ ആ ഫോട്ടോയിൽ അതേ ആള് തന്നെ തന്റെ അമ്മയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ആദർശ്. അങ്ങനെ ആദർശനെ കണ്ടപ്പോൾ അച്ഛാന്ന് പറഞ്ഞ കയ്യൊക്കെ പിടിച്ചപ്പോൾ ആദർശ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആദർശ് പ്രതീക്ഷിച്ച കാര്യമൊന്നും ആയിരുന്നില്ലത്. ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാല് മൂർത്തിമുത്തശ്ശൻ പെട്ടെന്ന് കുഞ്ഞിനെ വാരി എടുക്കുകയാണ്. ഒരു കുഞ്ഞല്ലേ. പിന്നീട് ആദർശ് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ആദർശന്റെ കോളറിന് അബി ഏർപ്പാടാക്കിയ കുണ്ടകൾ പിടിച്ചിട്ട് പറഞ്ഞു, ഓഹോ അപ്പം നീയായിരുന്നില്ലേ ആള്, നിന്റെ കുഞ്ഞായതല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദർശിന്റെ കാര്യമൊന്നും മനസ്സിലായില്ല. എന്താ എന്നെ ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതിനുശേഷം മൂർത്തിമുത്തശ്ശൻ ആ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് പോരാൻ തയ്യാറായില്ല. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അവസാനം അവര് അനന്തപുരിയിലേക്ക് വരുവാണ്, ആദർശവും അബിയും മുത്തശ്ശനും ഒക്കെ. അങ്ങനെ അബിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേങ്കില് ആദർശിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. താൻ ഒരിക്കലും അച്ഛനാകത്തല്ലോ, ആദർശ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 100 ചോദ്യങ്ങളായി. ഈ കുഞ്ഞാരുടെയാ, എന്താ ഏതാന്നൊക്കെ 100 ചോദ്യങ്ങൾ വരുവാണ്. പ്രത്യേകിച്ച് ജലജയും ജാനകിയും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ ഞങ്ങക്ക് ഇന്നിങ്ങനെ പോയ സമയത്ത് കണ്ട കുഞ്ഞ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ജലജയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, കൊള്ളാം, നല്ല ഇതുണ്ട്. കാരണം ആരാണ്ട് കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇതെന്താച്ചാ, ഇതെന്താ വല്ല സത്രമാണെന്നാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിലും മൂർത്തിമുത്തശ്ശൻ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ജലജനം ദത്തെടുത്താണല്ലോ. പക്ഷെങ്കില് ഇപ്പൊ അവള് തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു. പിന്നീട് അബിയാണ് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നേ. ഈ സമയത്ത് അബി പറഞ്ഞു, അതെ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛാന്ന് പറഞ്ഞ ആദർശന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു എന്നൊക്കെ പറയാണ്. പക്ഷേങ്കില് ആദർശനാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും കൂടെ തന്നെ നോക്കുന്നിടപ്പ് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മൂർത്തിമുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ അവിടെ വിട്ടുകളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനും കൂടെ കൊണ്ടുവന്നെന്ന് പറയണം. നയനിക്ക് പക്ഷെ ആ മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കില് ജാനകിയും ജലജയും അവരൊക്കെ മുഖം തിരിക്കുകയോ ചെയ്തേ. അപ്പൊ അവരുടെ മനസ്സിലെന്താ, ജലജയുടെ ഒക്കെ മനസ്സിൽ ആദർശനെ കണ്ടിട്ട് അച്ഛാന്ന് വിളിച്ച് പറയണമെങ്കിൽ മിക്കവാറും ഇത് ആദർശന്റെ കുഞ്ഞായിരിക്കും എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പിന്നീട് ദേവേനെ ഇതിനെക്കുറിച്ച് ചോദിക്കണം. അപ്പൊ ആദർശാണെങ്കിലും പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതിനു മുമ്പ് ആ വീട്ടിൽ പോയിട്ടില്ല, അങ്ങനെയൊക്കെ ആദർശം പറയുന്നുണ്ട്. പിന്നീട് ആ കുഞ്ഞിനെ ചൊല്ലി ഓരോ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. പക്ഷെ ഈ സമയമല്ല, അബി വളരെ തന്ത്രപരമായിട്ട് മാറി നിൽക്കുകയാണ്. ഇത് അബിയുടെ കളിയാന്നുള്ള കാര്യം ആദർശനോ അല്ലെങ്കിൽ വേറെ ആർക്കും ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ നയനയുടെ ഉള്ളിൽ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. കാരണം എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന സാധാരണ അബിയാണല്ലോ. പക്ഷെ ഒരിതുമില്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. പിന്നീട് ആദർശനോട് ഇതിനെക്കുറിച്ച് നയന് ചോദിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ആദർശം വ്യക്തമായൊരു ഉത്തരം പറയുന്നില്ല. കാരണം ആദർശന് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ആ കുഞ്ഞിനെ ചൊല്ലിയിട്ടുള്ള. അവസാനം അബി ആ കാര്യങ്ങൾ പറയുന്നത്, ആദർശന്റെ അവിടെ ആ പെണ്ണിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനെയൊക്കെ ഞെട്ടിപ്പോവാ. നയനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവസാനം ആദർശനെ എല്ലാരും കൂടെ ചോദ്യം ചെയ്യുവാണ്, നിന്റെ അല്ലടാ കുഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ആദർശ് തകർന്നു പോയി. പക്ഷേ എങ്കിലൊന്നും വിശ്വസിക്കാൻ നയനെ കൂട്ടാക്കില്ല. കാരണം നയനയ്ക്കറിയാം തന്റെ ആദർശാണ് അങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സുറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവേനിക്കും. പക്ഷേങ്കിൽ ഈ പറയുന്ന ബാക്കി എല്ലാരും പറഞ്ഞു ആദർശന്റെ കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് ആദർശന്റെ തലയിലേക്ക് അത് കെട്ടിവെക്കാനായിട്ട് ഒരുങ്ങുവാണ്. പക്ഷെ ഇതിന് സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് നയനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാ എന്തൊക്കെ ക്രൂരതകളാണ് ഇനി അബി ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ. എന്താണെങ്കിലും അവസാനം അബിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടും അവൻ ചെയ്ത ക്രൂരതയ്ക്കൊക്കെ. പക്ഷെ ഇതൊക്കെ അറിഞ്ഞും പിന്നെ നവിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? കാരണം അബി ഇത്ര വലിയൊരു ക്രൂരനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.